dear students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിയൻ ഇന്റർസെക്ഷൻ അതിൻ്റെ കുറേ പ്രോബ്ലംസ് ചെയ്തു. പിന്നെ കൂടാതെ ഒരു പുതിയ ഓപ്പറേഷൻ കൂടെ പഠിച്ചു, ഡിഫറൻസ്. അതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ഡിഫറൻസ് ഞാൻ പറഞ്ഞതിന് 4 ഓപ്പറേഷനാണ് ഉള്ളതെന്ന്. നാലാമതായിട്ട് ഒരു ഓപ്പറേഷനും കൂടെ ഉണ്ട്, അതാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് നാലാമത്തെ ഓപ്പറേഷൻ. നമ്മൾ ആദ്യത്തെ ഓപ്പറേഷൻ യൂണിയൻ, രണ്ടാമത്തെ ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ, മൂന്നാമത്തെ ഓപ്പറേഷൻ ഡിഫറൻസ് ഓഫ് സെറ്റ്സ്, നാലാമതായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് അത് പറയാൻ വേണ്ടി നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് വേണം. യൂണിവേഴ്സൽ സെറ്റ് നമുക്കറിയാലോ, യു ബി ദ യൂണിവേഴ്സൽ സെറ്റ്. പിന്നെ യൂണിവേഴ്സൽ സെറ്റിന്റെ അകത്തുള്ള സെറ്റുകളാണ് നമ്മൾ എടുക്കുന്നതല്ല, അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരും നമ്മൾ എടുക്കുന്ന സെറ്റുകൾ. എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റാണ്. എ ബി എ സബ്സെറ്റ് ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ നമുക്ക് എയുടെ കോംപ്ലിമെന്റ് പറയാം. കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് എ ഡിനോട്ടഡ് ബൈ എ ഡാഷ്. എ ഡാഷ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്ത് A⁻C കാണാറുണ്ട്, എങ്കിലും എ ഡാഷ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എ ഡാഷ് കോംപ്ലിമെന്റ്, എ ഡാഷ് എന്നാണ് പറയുന്നത്. അത് A⁻C നോട്ട് എ എന്നും പറയും കേട്ടോ. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്, കോംപ്ലിമെന്റ് ഓഫ് ദ സെറ്റ് എ നമ്മൾ നോട്ട് എ എന്നും പറയും. നോട്ട് എ ഡാഷിനെ നോട്ട് എ എന്നും പറയും, കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറയും. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ നോട്ട് എ എന്ന് ചോദിക്കും. ഇനി അല്ലെങ്കിൽ നിങ്ങൾ അവസാനത്തെ ചാപ്റ്റർ പ്രോബബിലിറ്റി ഉണ്ട്, അതിൻ്റെ അകത്ത് കോംപ്ലിമെന്റ് നോട്ട് എ എന്നാണ് പറയുന്നത്. കോംപ്ലിമെന്റിനെക്കാട്ടിലും കൂടുതൽ നോട്ട് എ എന്നാണ് കൂടുതലും അവിടെ പറയുന്നത്. അപ്പം അത് ഒന്ന് ഓർത്തിരുന്നതാണ്. അപ്പൊ എ ഡാഷ് എന്ന് പറയുന്നത്, എ ഡാഷ് ഈസ് എ സെറ്റ്. ഇതും സെറ്റാണ്. സച്ചാറ്റ് സെറ്റ് ഹോൾ എക്സ്, സച്ചാറ്റ് എക്സ് ബിലോങ്സ് ടു യു. യൂണിവേഴ്സൽ സെറ്റിന്റെ അകത്ത് ഉള്ളതായിരിക്കണം, കൂടാതെ എയിൽ വരരുത്. എയിൽ ഇല്ലാത്ത എല്ലാ എലമെന്റ്സും. എക്സ് അല്ലെ നമുക്ക് ആദ്യം നോട്ട് ബിലോങ്സ് ടു എ എഴുതാം. എക്സ് നോട്ട് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു യു. യൂണിവേഴ്സൽ സെറ്റിലെ എ ഒഴിച്ച് ബാക്കി എല്ലാ എലമെന്റ്സും, എയിൽ ഇല്ലാത്ത എല്ലാ എലമെന്റ്സും എ ഡാഷിൽ വരും. അപ്പൊ എയുടെ കോംപ്ലിമെന്റ് നോട്ട് എ എന്നല്ലേ, നോട്ട് എ എന്ന് പറയുമ്പോൾ എയിൽ ഇല്ലാത്തത്, എയിലില്ലാത്ത ബാക്കി എല്ലാ എലമെന്റ്സും യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബാക്കി എല്ലാം നമ്മൾ എടുത്തിരുന്നു. ഇതാണ് എ ഡാഷ്. എ ഡാഷിനെ വേണേൽ ഇങ്ങനെ എഴുതാം, അതായത് യൂണിവേഴ്സൽ സെറ്റിലെ ബാക്കി എല്ലാ എലമെന്റ്സും ഇല്ല. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഒഴിവാക്കിയാൽ മതി. എ ഡാഷിനെ വേണേൽ U-A എന്ന് എഴുതാം. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഒഴിവാക്കുന്നതാണ് എ ഡാഷ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലെ എലമെന്റ്സ് എല്ലാം കളഞ്ഞേക്കാം, മിച്ചം വരുന്നതാണ് എ ഡാഷ്. എ ഡാഷിനെ വേണേൽ U-A എന്ന് എഴുതാം. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ കളയുന്നു. ഇതാണ് എ ഡാഷ്. ഒരു എക്സാമ്പിൾ കാണിക്കാം. സപ്പോസ് U ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8. എ എന്ന് പറയുന്ന സെറ്റ് 1 3 5 7. ബി എന്ന് പറയുന്ന സെറ്റ് 2 4 8. കെ ഡാഷ് ബി ഡാഷ് ഒക്കെ വേണ്ട എഴുതാം. എ ഡാഷ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ അങ്ങ് ഒഴിവാക്കില്ല. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 1ഉം 3ഉം 1ഉം 3ഉം 5ഉം 7ഉം ഒഴിവാക്കുക. ബാക്കി എല്ലാ എലമെന്റ്സും 1 ഒഴിവാക്കി 2 എടുത്തു, 3 ഒഴിവാക്കി 4 എടുത്തു, 5 വേണ്ട 6 എടുക്കുക, 8 എടുക്കുക. ഇതാണ് എ ഡാഷ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലെ എലമെന്റ്സ് കളഞ്ഞാൽ 1ഉം 3ഉം 5ഉം 7ഉം കളഞ്ഞാൽ മിച്ചം വരുന്നതാണ് എ ഡാഷിലുള്ളത്. ഇനി അതുപോലെ തന്നെ ബി ഡാഷ് എഴുതാം. ബി ഡാഷ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2ഉം 4ഉം 8ഉം കളഞ്ഞാൽ മതി. 2ഉം 4ഉം 8ഉം കളയാം. അപ്പോൾ 1 എടുക്കാം, 3 എടുക്കാം, 4 വേണ്ട, 5ഉം 6ഉം 7ഉം. പിന്നെ 2ഉം 4ഉം കഴിഞ്ഞാൽ പിന്നെ 8 അല്ലേ കളയുന്നത്. അപ്പം 5ഉം 6ഉം 7ഉം കൂടി എടുക്കാം. 5 6 7. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി ഡാഷ് ആണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി എ ഒഴിവാക്കാം. ബിയിലെ എലമെന്റ്സ് അങ്ങ് ഒഴിവാക്കി കളയാം. മിച്ചമുള്ളതാണ് കോംപ്ലിമെന്റിൽ വരുന്നത്. കോംപ്ലിമെന്റ് നോട്ട് എ ഡാഷ് അല്ലെ ബി ഡാഷ് വരുന്നത്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സെറ്റ് ഒഴിവാക്കുക, അപ്പം കിട്ടും കോംപ്ലിമെന്റ്. എളുപ്പമല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. കോംപ്ലിമെന്റിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിന്റെ വെൻ ഡയഗ്രം കൂടെ വരയ്ക്കാവേ. വെൻ ഡയഗ്രം. യൂണിവേഴ്സൽ സെറ്റ്, ഇത് നമ്മുടെ എ, ഇതാണ് എ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഒഴിവാക്കിയുള്ള ഭാഗമാണ് കോംപ്ലിമെന്റ്. ഇപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഈ പോർഷൻ ഒഴിവാക്കുക, മിച്ചം വെളിയിൽ വരുന്ന പോർഷനാണ് എ ഡാഷ്. എ മാത്രം അവിടെ ഇട്ടുണ്ട്, ബാക്കിയുള്ളത് എ മാത്രം വേണ്ട. ഷെയ്ഡഡ് പോർഷനാണ് എ ഡാഷ്. ഈ ഷെയ്ഡഡ് പോർഷനാണ് എ ഡാഷ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഒഴികെ ബാക്കി എല്ലാ പോർഷനും വരും. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് എ ഡാഷ്. എ മാത്രം ഒഴിവാക്കുക, എ മാത്രം ഷെയ്ഡ് ചെയ്യേണ്ട, ബാക്കി എല്ലാ ഭാഗവും ഷെയ്ഡ് ചെയ്യുക. അപ്പം നമുക്ക് എ ഡാഷ് കിട്ടും. ഇതാണ് എ ഡാഷിന്റെ വെൻ ഡയഗ്രം. മനസ്സിലായല്ലോ? ഇനി ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്.
ഒന്നാമത്തെ പ്രോപ്പർട്ടി എയും എ ഡാഷും കൂടെയുള്ള യൂണിയൻ എടുത്താൽ, എയും എ ഡാഷും കൂടെയുള്ള യൂണിയൻ എടുത്താൽ നോക്കിക്കേ, എ ഡാഷ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, കൂടെ ഈ എയും കൂടെ ഷെയ്ഡ് ചെയ്താൽ എന്താ കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഏന്ന് പറഞ്ഞ ഈ വട്ടത്തിന്റെ അകത്തുള്ളത്, എ ഡാഷ് എന്ന് പറഞ്ഞാൽ അതിന് വെളിയിലുള്ളത്, യൂണിയൻ എന്ന് പറഞ്ഞാൽ ഫുള്ള്, എയും വെളിയിലുള്ള ഫുള്ളും കൂടെ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഫുള്ള് കിട്ടും. അപ്പം ഒരു സെറ്റും അതിന്റെ കോംപ്ലിമെന്റും കൂടെ ഫുള്ളായിട്ട് എടുത്താൽ, നിങ്ങളിവിടെ നോക്കിയാൽ മതി, എയും എ ഡാഷും കൂടെ ഫുള്ളായിട്ട് എടുത്താൽ യൂണിവേഴ്സൽ സെറ്റ് ഫുള്ള് കിട്ടും, യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. ഇനി എയും എ ഡാഷും കൂടെയുള്ള ഇന്റർസെക്ഷൻ, എയിലും എ ഡാഷിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എയിലില്ലാത്തതേ എ ഡാഷിലുള്ളൂ, എ ഡാഷിലില്ലാത്തതേ എയിലുള്ളൂ, കോമൺ ആയിട്ട് ഒന്നുമില്ല. എയും എ ഡാഷും ഡിസ്ജോയിന്റ് സെറ്റാ, നൾ സെറ്റ് വരും, ഇന്റർസെക്ഷൻ നൾ സെറ്റ് വരും. എ യൂണിയൻ, എയുടെയും എ ഡാഷിന്റെ യൂണിയൻ, ഒരു സെറ്റിന്റെ അതിന്റെ കോംപ്ലിമെന്റിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റായ യുവും ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നൾ സെറ്റായ ഫൈയും വരും. ഓർത്തിരുന്നാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഡിമോർഗൻസ് ലോ ആണ്. ഡിമോർഗൻസ് ലോ നമുക്ക് ലാസ്റ്റ് എഴുതാം, കുഴപ്പമില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി എ ഡാഷ്, അതിന് ഒന്നുകൂടെ കോംപ്ലിമെന്റ് എടുത്താൽ, എന്ന് പറഞ്ഞ ഈ സെറ്റ് അതിന്റെ കോംപ്ലിമെന്റ് ഈ സെറ്റ് വെളിക്കിടക്കുക, ആ വെളിക്കിടക്കുന്നതിന് ഒന്നുകൂടെ കോംപ്ലിമെന്റ് എടുത്താൽ നമ്മൾ എ തന്നെ വരും. രണ്ട് തവണ കോംപ്ലിമെന്റ് എടുത്താൽ ഒറിജിനൽ സെറ്റായ എ വരും. എ ഡാഷ് എടുത്തിട്ട് ഒന്നുകൂടെ കോംപ്ലിമെന്റ് എടുത്താൽ കോംപ്ലിമെന്റ് ഓഫ് കോംപ്ലിമെന്റ്, രണ്ട് തവണ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ തിരിച്ച് ഒറിജിനലിലേക്ക് തന്നെ വരും, എയിലേക്ക് തന്നെ വരും. എ ഡാഷ് കോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എ വരും. അത് സെക്കൻഡ് പ്രോപ്പർട്ടി. മൂന്നാമത്തേത് ഫൈ, ഒന്നുമില്ലാത്തതിന്റെ കോംപ്ലിമെന്റ്, ഒന്നുമില്ല, ഫൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിന്റെ കോംപ്ലിമെന്റ് എല്ലാം എടുക്കുമ്പോൾ ഫുള്ള് വരും, യൂണിവേഴ്സൽ സെറ്റ് വരും. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റ് എല്ലാം ഉള്ള അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എല്ലാം ഉണ്ട്, അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഫൈ കിട്ടും. ഓർത്തിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് ഫൈയും ഫൈയുടെ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റും. ഫൈലില്ലാത്തതെല്ലാം അല്ലേ ഫൈ ഡാഷ് വരുന്നത്, ഫൈലൊന്നുമില്ല, അപ്പൊ ഇല്ലാത്ത എടുക്കുമ്പോൾ എല്ലാം വരും, അത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാം ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത കിട്ടുള്ളൂ, ഫൈ കിട്ടും. അപ്പം ഫൈയുടെ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റും യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് ഫൈയും വരും. നാലാമത് ഇമ്പോർട്ടന്റ് ആണ് ഡിമോർഗൻസ് ലോ, പേര് ഉൾപ്പെടെ പഠിച്ചോണം. ഡിമോർഗൻസ് ലോ, ഡിമോർഗൻസ് ലോ ചിലപ്പോൾ ആ പ്രൂഫ് ഉൾപ്പെടെ ആ പ്രോപ്പർട്ടി ഉൾപ്പെടെ പഠിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ വെരിഫൈ ഡിമോർഗൻസ് ലോ എന്നേ ചോദിക്കുള്ളൂ. വെരിഫൈ ഡിമോർഗൻസ് ലോ എന്ന് ചോദിച്ചാൽ പ്രോപ്പർട്ടി പഠിക്കണം. ചിലപ്പോൾ പ്രോപ്പർട്ടി ആയിട്ട് തന്നെ തരും, അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും അത് കാണാതെ പഠിക്കണം. ഡിമോർഗൻസ് ലോ കാണാതെ പഠിക്കണം. രണ്ടെണ്ണം ഉണ്ട് ഡിമോർഗൻസ് ലോ, എളുപ്പമാണ് പഠിക്കാൻ. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് കോംപ്ലിമെന്റ് എടുക്കാം. എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും ഇന്റർസെക്ഷനാണ്. ഇവിടെ യൂണിയൻ വരുമ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ വരും. ഇനി അതുപോലെ തന്നെ തിരിച്ച് എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഇന്റർസെക്ഷൻ വരുമ്പോൾ അവിടെ യൂണിയൻ വരും. തിരിച്ചാണെങ്കിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അതായത് യൂണിയനിന്റെ കോംപ്ലിമെന്റ് കാണുന്നതിന് പകരം കോംപ്ലിമെന്റിന്റെ ഇന്റർസെക്ഷൻ കണ്ടാൽ മതി. അതുപോലെ തന്നെ ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് കാണുന്നതിന് പകരം കോംപ്ലിമെന്റിന്റെ യൂണിയൻ കണ്ടാൽ മതി. ലെഫ്റ്റ് സൈഡിൽ യൂണിയൻ വന്നാൽ റൈറ്റ് സൈഡിൽ ഇന്റർസെക്ഷൻ വരും, ലെഫ്റ്റ് സൈഡിൽ ഇന്റർസെക്ഷൻ വന്നാൽ റൈറ്റ് സൈഡിൽ യൂണിയൻ വരും. ഇത് കാണാതെ പഠിക്കണം, ഈ പ്രോപ്പർട്ടി കാണാതെ പഠിക്കണം. നമുക്ക് ഇവിടെ അവസാനത്തെ ചാപ്റ്ററായ പ്രോബബിലിറ്റിയിലൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, നിങ്ങളത് ശരിക്കും പഠിച്ചോണം. ഇത്രയും പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി യൂണിയൻ, എയുടെ എ ഡാഷിന്റെ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റും ഇന്റർസെക്ഷൻ ഫൈയും. പിന്നെ എ ഡാഷ് രണ്ട് തവണ കോംപ്ലിമെന്റ് എടുത്താൽ എ തന്നെ വരും. പിന്നെ ഫൈയുടെ കോംപ്ലിമെന്റ് യു, യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് ഫൈവ്. പിന്നെ ഡിമോർഗൻസ് ലോ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റും വരും. ഇത്തരം പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ കോംപ്ലിമെന്റിനുള്ളത്. ഈ ഡിമോർഗൻസ് ലോ ഒക്കെ വെരിഫൈ ചെയ്യാൻ ചോദിക്കും. വെരിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെരിഫൈ ചെയ്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡിമോർഗൻസ് ലോയും വെരിഫൈ ചെയ്യാൻ ചോദിക്കാം. അത് പ്രോബ്ലം ആയിട്ടും ചോദിക്കാം, വെൻഡയഗ്രമായിട്ടും ചോദിക്കാം. അപ്പം നമുക്ക് രണ്ടും നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. യൂണിവേഴ്സൽ സെറ്റ് 1 തൊട്ട് 9 വരെ. യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 5 6 7 8 9. ഇനി എയും ബിയും സിയും തന്നിട്ടുണ്ട്. എയും ബിയും സിയും തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1 2 3 4
ബി എന്ന് പറയുന്നത് 2 4 6 8, സി എന്ന് പറയുന്നത് 3 4 5 6. നമുക്ക് കുറച്ച് കാര്യങ്ങൾ എ ഡാഷ് ബി ഡാഷ് എ യൂണിയൻ സി ഹോൾ ഡാഷ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാറുണ്ട്. നമുക്ക് നോക്കാം. എ ഡാഷ് കാണാൻ എളുപ്പമാണ്. എയിൽ ഇല്ലാത്തതെല്ലാം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എഴുതുന്നത്. എയിലുള്ള 1 2 3 4. എ ഡാഷിൽ വരുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നാണ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 1 2 3 4 കളഞ്ഞേക്കുക. എയിലുള്ളത് കളഞ്ഞിട്ട് ബാക്കിയുള്ള എഴുതിയാൽ 5 6 7 8 9. ഇതാണ് എ ഡാഷ്. 5 6 7 8 9. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഒഴിവാക്കുക. 1 2 3 4 ആയ എ ഒഴിവാക്കുക. അപ്പൊ നമുക്ക് എ ഡാഷ് കിട്ടും. ഇനി നമുക്ക് അടുത്ത പറഞ്ഞേക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ബി ഡാഷ്. ബി ഡാഷ് കാണാൻ ചോദിച്ചാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി എന്ന് കളഞ്ഞേക്കുക. 2 4 6 8 കളയുക. 2 4 6 8 കളഞ്ഞേക്കുക. മിച്ചമുള്ള 1 3 5 7 9 എഴുതിയാൽ മതി. 1 3 5 7 9. അതായത് ബിയിൽ ഇല്ലാത്തത് ഫുൾ അങ്ങ് എഴുതിയേക്കാം. ബി ഡാഷ് കിട്ടി. ഇനി എ യൂണിയൻ സി ഹോൾ ഡാഷ്. എ യൂണിയൻ സി ഹോൾ ഡാഷ് ആണ് കണ്ടുപിടിക്കണ്ടേ. എ യൂണിയൻ സി ഹോൾ ഡാഷ് കണ്ടുപിടിക്കണേ ആദ്യം എ യൂണിയൻ സി കാണാം. എ യൂണിയൻ സി കാണാം. നമുക്ക് എ യൂണിയൻ സി കാണുമ്പോൾ എയും ഫുൾ എഴുതുക, സിയും ഫുൾ എഴുതുക. എ ഫുൾ അങ്ങോട്ട് എഴുതുക. എ എന്ന് പറയുമ്പോൾ 1 2 3 4. ഈ സിയും ഫുൾ എഴുതുക. സി എന്ന് പറയുമ്പോൾ 3 4 5 6 ആണ്. 3 4 ഇവിടെ എഴുതിയിട്ടുണ്ട്. 5ഉം 6ഉം കൂടെ എഴുതിയാൽ മതി. ഇതാണ് എ യൂണിയൻ സി. ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എ യൂണിയൻ സിയുടെ കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോംപ്ലിമെന്റ് ചോദിച്ചാൽ ഈ എ യൂണിയൻ സി ഒഴിവാക്കി ബാക്കി എല്ലാം എഴുതിയത്. എ യൂണിയൻ സിയിൽ 1 തൊട്ട് 6 വരെ 1 2 3 4 5 6 എല്ലാം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എഴുതണ്ട. ബാക്കി 7 8 9 മാത്രമേ വരുള്ളൂ. 7ഉം 8ഉം 9ഉം മാത്രം. ഈ എലമെന്റ്സ് അങ്ങ് ഒഴിവാക്കുക. ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ മതി. 7ഉം 8ഉം 9ഉം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എപ്പോഴും എഴുതേണ്ടത്. ഇനി അതുപോലെ എ യൂണിയൻ ബി ഹോൾ ഡാഷ്. എ യൂണിയൻ ബി കാണുക. എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് എഴുതിയാൽ മതി. അങ്ങനെ എഴുതാവുന്നതേ ഉള്ളൂ. എയും ബിയും അങ്ങോട്ട് എഴുതിയിട്ട് അതിൽ വരാത്ത കാര്യങ്ങൾ. അതായത് എ യൂണിയൻ ബി ഹോൾ ഡാഷാണ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് കാണണമെങ്കിൽ ആദ്യം എ യൂണിയൻ ബി എഴുതുക. എ ഫുൾ എഴുതുക. 1 2 3 4. ഇനി ബിയും കൂടി. ബി എന്ന് പറയുമ്പോൾ 2 4 6 8 ആണ്. 2 4 ഓൾറെഡി എഴുതി. 6 8ഉം കൂടി. ഈ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ എലമെന്റ്സ് ഒഴിവാക്കാം. 1 തൊട്ട് 9 വരെ ഉള്ളതിൽ ഇത്രയും കാര്യങ്ങൾ എഴുതണ്ട. അപ്പോൾ 1 എഴുതണ്ട, 2 എഴുതണ്ട, 3 എഴുതണ്ട, 4 എഴുതണ്ട, 5 എഴുതാം. 6 പറ്റത്തില്ല, 7 എഴുതാം. 8 പറ്റത്തില്ല, 9 എഴുതാം. ഇതിലില്ലാത്തത്. ഇതാണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. ഇനിയുള്ളത് എ ഡാഷ് ഹോൾ ഡാഷ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ. ഇനി എ ഡാഷ് ഹോൾ ഡാഷ് ആണ്. എ ഡാഷ് ഹോൾ ഡാഷ്. എ ഡാഷ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എ ഡാഷ് എന്ന് പറയുന്നത് 5 6 7 8 9 ആണ്. 5 6 7 8 9. ഇതിന്റെ കോംപ്ലിമെന്റ് എഴുതണ്ടേ. 5 6 7 8 9ന്റെ കോംപ്ലിമെന്റ്. അപ്പൊ ഈ 5 6 7 8 9 ഇല്ലാത്തതെല്ലാം എഴുതാം. അതിലില്ലാത്തത് 1 ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല. ബാക്കി എല്ലാം അവിടെ വരുന്നുണ്ട്. 1 2 3 4 കണ്ടോ. അത് നമ്മുടെ ഒറിജിനൽ എ തന്നെ കിട്ടിയില്ലേ. എ തന്നെ 2 തവണ കോംപ്ലിമെന്റ് എടുത്ത് എ വരും. നമ്മളത് പ്രോപ്പർട്ടി പറഞ്ഞായിരുന്നു. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അത് തന്നെ കിട്ടുള്ളൂ. മനസ്സിലായല്ലോ. ഇനിയുള്ളത് ബി മൈനസ് സി ഹോൾ ഡാഷ് ആണ്. ബി മൈനസ് സി ഹോൾ ഡാഷ്. ബി മൈനസ് സി കണ്ടിട്ട് അതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. ബി മൈനസ് സി ഹോൾ ഡാഷ് കാണാം. അത് കാണണമെങ്കിൽ ആദ്യം ബി മൈനസ് സി കാണാം. ബി മൈനസ് സി കാണാൻ വേണ്ടി ബി ആദ്യം എഴുതുക. 2 4 6 8 മൈനസ് സിയും കൂടെ എഴുതുക. 3 4 5 6. ഇനി നമ്മൾ ഈ സി ബിയിൽ നിന്ന് സിയിലേതൊക്കെ കളഞ്ഞാൽ മതി. 3 ഇവിടെ ഇല്ല, കുഴപ്പമില്ല. 4 വെട്ടിക്കളഞ്ഞു. 5 ഇവിടെ ഇല്ല. 6 വെട്ടിക്കളഞ്ഞു. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ 2ഉം 8ഉം മാത്രമേ ഉള്ളൂ. 2ഉം 8ഉം മാത്രമേ ബി മൈനസ് സിയിലുള്ളൂ. അപ്പം ബി മൈനസ് സി ഹോൾ ഡാഷ് നമുക്ക് എഴുതാം. യൂണിവേഴ്സിറ്റിയിൽ 2 8ഉം കളഞ്ഞാൽ പോരെ. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ 2ഉം 8ഉം ആണ്. അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കളഞ്ഞാൽ മതി. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2ഉം 8ഉം കളഞ്ഞാൽ 1 എടുക്കാം. 2 വേണ്ട. 3 4 5 6 7 8 എടുക്കണ്ട. 9 ഉണ്ട്. ഇതാണ് ബി മൈനസ് സി ഹോൾ ഡാഷ്. ക്ലിയർ ആയോ? കോംപ്ലിമെന്റ് എഴുതുന്നത് പല ഓപ്പറേഷൻ തന്നതിന്റെ കോംപ്ലിമെന്റ് ചോദിക്കും. അപ്പം നിങ്ങളെ പറയുന്ന ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ. ഇനി അതിൻ്റെ ആ റിസൾട്ട് വെരിഫൈ ചെയ്യാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡി മോർഗൻസ് ലോ. അതായത് യൂണിവേഴ്സൽ സെറ്റ് 1 തൊട്ട് 9 വരെ.
തൊട്ട് 9 വരെ. ഇനി എ എന്ന് പറഞ്ഞാൽ 2 4 6 8, ബി 2 3 5 7. എ എന്ന് പറഞ്ഞാൽ 2 4 6 8, ബി എന്ന് പറയുന്നത് 2 3 5 7. വെരിഫൈ ഡിമോർഗൻസ് ലോ. 2 ഡിമോർഗൻസ് ലോ ഉണ്ട്. ഒന്നാമത്തേത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്ന എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, അതൊരു ഡിമോർഗൻസ് ലോ. രണ്ടാമതായിട്ട് ഒന്നും കൂടെ ഉണ്ട്, എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഈ 2 റിസൾട്ട് വെരിഫൈ ചെയ്യണം. എളുപ്പമാണ്, നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്യാം. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം, റൈറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കുക, അതിനുശേഷം റൈറ്റ് സൈഡ് കാണാം. ലെഫ്റ്റ് സൈഡ് കാണണമെങ്കിൽ ആദ്യം എ യൂണിയൻ ബി കണ്ടിട്ട് കോംപ്ലിമെന്റ് എടുക്കണം. നമുക്ക് നോക്കാം. എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ്. എയും ഫുൾ എഴുതണം, ബിയും ഫുൾ എഴുതണം. എ ഫുൾ എഴുതുക 2 4 6 8. ഇനി ബിയും ഫുൾ എഴുതുക. 2 എഴുതിയിട്ടുണ്ട്, 3 എഴുതിയിട്ടില്ല, 5 എഴുതിയിട്ടില്ല, 7 എഴുതിയിട്ടില്ല. 3ഉം 5ഉം 7ഉം കൂടെ കൂട്ടിച്ചേർത്തു. ഇനി ഇതിന്റെ കോംപ്ലിമെന്റ്, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. ഇത് വേണം നിങ്ങൾക്ക് ഓർഡറിൽ എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് എഴുതാൻ എളുപ്പമുണ്ട്. 2 3 രണ്ടാമത് എഴുതി, 4 എഴുതി, 5 എഴുതി, 6 എഴുതി, 7 എഴുതി, 8 എഴുതി. ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് എഴുതാൻ എളുപ്പമുണ്ട്. അങ്ങനെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എഴുതിയില്ലെങ്കിലും നിങ്ങൾ എഴുതാം. അപ്പൊ 2 തൊട്ട് 2 3 4 5 6 7 8. അപ്പൊ ഇത്രയും കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് ചോദിക്കുമ്പോൾ എ യൂണിയൻ ബി അങ്ങ് ഒഴിവാക്കുക. ഒഴിവാക്കുമ്പോൾ 1ഉം 9ഉം മാത്രമേ കിട്ടത്തുള്ളൂ. സെറ്റ് 1 9 ഇത്രയും മാത്രമേ ഉള്ളൂ എ യൂണിയൻ ബി ഹോൾ ഡാഷിൻ്റെ. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അപ്പൊ ലെഫ്റ്റ് സൈഡ് കിട്ടി, എ യൂണിയൻ ബി ഹോൾ ഡാഷ് നമുക്ക് കിട്ടി. റൈറ്റ് സൈഡ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പൊ ആദ്യം എ ഡാഷ് കാണുക, പിന്നീട് ബി ഡാഷ് കാണുക, അതിനുശേഷം അതിന്റെ കോംപ്ലിമെന്റ്. അപ്പൊ കോംപ്ലിമെന്റിന് ഇന്റർസെക്ഷൻ. അപ്പൊ ആദ്യം എ ഡാഷ് കാണുന്നു, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഒഴിവാക്കുക. എ എന്ന് പറഞ്ഞാൽ 2 4 6 8. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 1 3 5 7 9 വരും എ ഡാഷ്. ഇനി ബി ഡാഷ് എഴുതുക. ബി ഡാഷ് എഴുതുമ്പോഴത്തേക്കും ബി എന്ന് പറയുന്നത് 2 3 5 7, 2 3 5 7. അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കുമ്പോൾ 1 എടുക്കാം, 2 3 ഇല്ല, 4 എടുക്കാം, 5 ഇല്ല, 6 എടുക്കാം, 7 ഇല്ല, 8 9. ഇത്രയും വരും. 2 3 5 7 ഒഴിവാക്കി, ബാക്കിയെല്ലാം 1 തൊട്ട് 9 വരെയുള്ള ബാക്കിയെല്ലാം എഴുതി. ഇനി വേണ്ടത് എ ഡാഷ് ആയി, ബി ഡാഷ് ആയി. ഇനി അതിന്റെ ഇന്റർസെക്ഷൻ, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടിനെ കോമൺ നോക്കുക. 1 കോമണ, അത് എഴുതി. 3 ഇല്ല, 5 ഇല്ല, 7 ഇല്ല, 9 കോമണ. അപ്പൊ നമുക്ക് 2 ആൻസർ കിട്ടി. 1 9. രണ്ടിടത്തും ഒരേ ആൻസറാണ് 1 9. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ റിസൾട്ടോട് നോക്കുക, രണ്ടിടത്തും ഒരേ ആൻസർ വന്നു. അതുകൊണ്ട് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്നത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കൺക്ലൂഡ് ചെയ്യാം. Therefore എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഒരു ഡിമോർഗൻസ് ലോ ആയി. വെറുതെ ചെയ്താൽ മതി, എളുപ്പമാണ്. ഒരെണ്ണം ക്ലിയർ ആയോ? സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണേ. ഓക്കെ, ഇനി അടുത്ത ഒരു ഡിമോർഗൻസ് ലോയും കൂടി ഇല്ലേ, രണ്ടാമത്തെ, അതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ആദ്യം എ ഇന്റർസെക്ഷൻ ബി എഴുതണം. ഈ ഭാഗം വായിച്ചു. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് രണ്ടാമത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ലെഫ്റ്റ് സൈഡ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ആദ്യം എ ഇന്റർസെക്ഷൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി എഴുതി. എയിലും ബിയിലും കോമൺ, എയിലും ബിയിലും കോമൺ ആയിട്ട് 2 മാത്രമേ ഉള്ളൂ. 2 മാത്രം. സെറ്റ് 2 അത് മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ 2 മാത്രം ഒഴിവാക്കിയാൽ മതി. ബാക്കിയെല്ലാം എഴുതുക. 1 3 4 5 6 7 8 9 എഴുതി. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിന്റെ ആൻസർ ആയി എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആയി. റൈറ്റ് സൈഡ് കാണാം, എ ഡാഷും വേണം, ബി ഡാഷും വേണം. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എ ഡാഷ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ബി ഡാഷും എഴുതിയിട്ടുണ്ട്. ഇനി അതിന്റെ യൂണിയൻ എടുക്കണം. എ ഡാഷിന്റെയും ബി ഡാഷിന്റെയും യൂണിയൻ ആണ് എടുക്കേണ്ടത്. നമുക്ക് നോക്കാം, യൂണിയൻ നോക്കാം. എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. യൂണിയൻ എന്ന് പറയുമ്പോൾ ഫുൾ എഴുതണം. ആദ്യം എ ഡാഷ് ഫുൾ എഴുതുക, പിന്നീട് ബി ഡാഷ് ഫുൾ എഴുതുക. എ ഡാഷ് ഫുൾ എഴുതുമ്പോൾ 1 3 5 7 9. ഇനി ബി ഡാഷും കൂടെ. ബി ഡാഷിൽ 1 എഴുതി, 4 എഴുതിയിട്ടില്ല, 6 ഇല്ല, 8 ഇല്ല, 9 ഉണ്ട്. വേണേ നമുക്കത് ഓർഡറിൽ എഴുതാം, കമ്പയർ ചെയ്യാൻ എളുപ്പത്തിന്. 1 2 ഇല്ല, 3 ഉണ്ട്,
4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7, 8, 9 എല്ലാം ഉണ്ട്. അണ്ടർലൈൻ ചെയ്യാം. ഇത് രണ്ടും ഒരേ ആൻസർ എഴുതുക. അണ്ടർലൈൻ ചെയ്ത രണ്ടും ഒരേ ആൻസർ എഴുതുക. 1, 3, 4, 5, 6, 7, 8, 9 ഇത് രണ്ടും സെയിം. രണ്ടും സെയിം ആയതുകൊണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്. മനസ്സിലായാലും എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇത് തന്നെ വെൻ ഡയഗ്രം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. വെൻ ഡയഗ്രം ഉപയോഗിച്ചും കൂടെ ചോദിക്കാം. ആ കാര്യങ്ങളും കൂടെ ഉണ്ട്. വെൻ ഡയഗ്രം ഉപയോഗിച്ച് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇല്ലേ, 2 ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതിലൊന്ന് ഞാൻ ക്ലാസ് ചെയ്യിപ്പിക്കാം, ഒന്ന് നിങ്ങൾ ഹോംവർക്ക് തരാം, നിങ്ങൾ ചെയ്തോളൂ. അതുപോലെ തന്നെ ഡിമോർഗൻസ് ലോയുടെ ഒരെണ്ണം ഇവിടെ ചെയ്യിപ്പിക്കാം, അടുത്ത നിങ്ങൾ വീട്ടിൽ പോയി തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം വെൻ ഡയഗ്രം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പോവാണ്. വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഈ റിസൾട്ട് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്തതാണ്. അത് വെൻ ഡയഗ്രം വെച്ച്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇത് വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെ. ലെഫ്റ്റ് സൈഡ് ആദ്യം കണ്ടുപിടിക്കുന്നു, റൈറ്റ് സൈഡ് രണ്ടാമത് കണ്ടുപിടിക്കുന്നു. നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് കാണാൻ പോവാണ്. ലെഫ്റ്റ് സൈഡ് കാണണമെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. ആദ്യം ബി യൂണിയൻ സി കാണാൻ പോവാം. അപ്പോൾ നമ്മൾ ബി യൂണിയൻ സിക്ക് ഒരു വെൻ ഡയഗ്രം. ഫിഗർ 1 ബി യൂണിയൻ സി. ബി യൂണിയൻ സിയുടെ വെൻ ഡയഗ്രം നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ഇനി ബി യൂണിയൻ സി കിട്ടിക്കഴിഞ്ഞാൽ ബി യൂണിയൻ സി വേണം ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബി യൂണിയൻ സി കിട്ടിക്കഴിഞ്ഞാൽ എയുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കാം. അത് ഫിഗർ 2. ഫിഗർ 2 എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഫിഗർ 2 നമ്മളവിടെ പ്രോബ്ലം സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിന് ഇവിടെ ഓരോ ഫിഗർ. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് കിട്ടി. രണ്ടാമത്തെ ഫിഗർ ആയപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിന്റെ ആൻസർ ആയി. ഇനി റൈറ്റ് സൈഡിലേക്ക് പോവാ. റൈറ്റ് സൈഡ് ചെയ്യണേ ആദ്യം എ ഇന്റർസെക്ഷൻ ബി വന്നു. അത് ഫിഗർ 3. ഫിഗർ 3 എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി കിട്ടി. ഇനി എ ഇന്റർസെക്ഷൻ സി കാണും. അത് ഫിഗർ 4. എ ഇന്റർസെക്ഷൻ സി വേണേ ബ്രാക്കറ്റിൽ ഇടാം, കുഴപ്പമൊന്നുമില്ല. എ ഇന്റർസെക്ഷൻ സിക്ക് അതുപോലെ ഒരു വെൻ ഡയഗ്രം. ഇനി നമുക്ക് ഈ എ ഇന്റർസെക്ഷൻ ബിയുടെ എ ഇന്റർസെക്ഷൻ സിയുടെ യൂണിയൻ. അത് ഫിഗർ 5. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. 5 ഫിഗർ ആയപ്പോഴത്തേക്കും പ്രോബ്ലം സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആയി. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് അതേപടി വെൻ ഡയഗ്രത്തിന് വേണം. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ആയ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം ബി യൂണിയൻ സി കാണാം. അതിന്റെ വെൻ ഡയഗ്രം ആദ്യം വരച്ചു. പിന്നീട് ബി യൂണിയൻ സി മെയിനുമായിട്ടുള്ള ഇന്റർസെക്ഷൻ. അത് രണ്ടാമത്തെ ഫിഗർ. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് തീർന്നു. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോവാം. റൈറ്റ് സൈഡിൽ പോകണേ ആദ്യം എ ഇന്റർസെക്ഷൻ ബി വേണം. അത് ഇവിടെ വരച്ചു. അത് കഴിഞ്ഞ് എ ഇന്റർസെക്ഷൻ സി വേണം. അത് അടുത്ത ഫിഗർ. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും കൂടെ യൂണിയൻ ആണ് ലാസ്റ്റ് ഫിഗർ. അത്രയാകുമ്പോഴത്തേക്കും ഫിഗർ 2ഉം ഫിഗർ 5ഉം ഒരുപോലെ ഇരിക്കണം. അത് രണ്ടും ഒരുപോലെ വരുവാണെങ്കിൽ ആൻസർ ചെയ്യുക. നമുക്ക് നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട എല്ലാ വെൻ ഡയഗ്രത്തിലും ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് എയും ബിയും സിയും 3 സെറ്റ് ഉണ്ട്. 3 സെറ്റും എല്ലാ വെൻ ഡയഗ്രത്തിലും ഒരുപോലെ വേണം. എങ്കിലേ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ചില സെറ്റിലത് ഇപ്പം ഇതിനകത്താണെങ്കിൽ നമുക്ക് എയും ബിയും മാത്രം മതി. പക്ഷേ സിയെ ഒഴിവാക്കരുത്, സിയും കൂടെ കൂട്ടിച്ചേർത്ത് വരയ്ക്കണം. എങ്കിലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ വെൻ ഡയഗ്രത്തിലും എയും ബിയും സി. ഇത് യൂണിവേഴ്സൽ സെറ്റാ ഫുള്ള്. ഇത് യൂണിവേഴ്സൽ സെറ്റ്. എ ഇത്, ബി ഇത്, സി ഇവിടെ എ ബി സി. എ ബി സി ഇങ്ങനെ വരയ്ക്കണം. എല്ലായിടത്തും വരയ്ക്കണം. ഇതുപോലെ തന്നെ എ ബി സി. എ ബി സി എഴുതിക്കോണം. എ ബി സി എല്ലായിടത്തും എഴുതിക്കോണം. ഇവിടെ അതുപോലെ തന്നെ എ ബി സി. എ ബി സി. എ ബി സി എല്ലായിടത്തും ഈ 3 ഫിഗറിന്റെ ആവശ്യമില്ലെങ്കിലും വരയ്ക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 സെറ്റ് ഉള്ളതുകൊണ്ട് 3 സെറ്റും വരയ്ക്കണം. ക്വസ്റ്റ്യൻ്റെ അത് 2 സെറ്റ് ഉണ്ടെങ്കിൽ 2 സെറ്റ് വരച്ചാൽ മതി. ഇനി നമ്മൾ വെൻ ഡയഗ്രം ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ആദ്യം ഇവിടെ പറഞ്ഞ ബി യൂണിയൻ സി ആ. ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ബിയും ഫുള്ള് വേണം, സിയും ഫുള്ള് വേണം.
അപ്പം ബിയും ഫുള്ള് ഷെയ്ഡ് ചെയ്യുക, സിയും നമ്മൾ വെണ്ടയിൽ ഷെയ്ഡാണ് ചെയ്യുന്നത്. ബി ഫുള്ള് ഷെയ്ഡ് ചെയ്യുക, ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ബി ഫുള്ള് നമ്മൾ ഇത് ഈ വട്ടമാണ് ബി ഫുള്ള് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക. ബി ഫുള്ള് ഷെയ്ഡ് ചെയ്തു. പിന്നീട് സിയും കൂടെ ഷെയ്ഡ് ചെയ്യണം. സി ഫുള്ള് ഷെയ്ഡ് ചെയ്യണം. സിയുടെ കുറേ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയും കൂടെ ഷെയ്ഡ് ചെയ്താൽ മതി. ബിയും സിയും ഫുള്ള് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക. ഇതാണ് ബി യൂണിയൻ സിയുടെ വെൻ ഡയഗ്രം. ബി യൂണിയൻ സിയുടെ ബിയും സിയും ഫുള്ള് ഷെയ്ഡ് ചെയ്യുക. എ നിങ്ങൾ നോക്കേ വേണ്ട, എ അവിടെ ഇല്ല, എയുടെ കാര്യം ഇല്ലെങ്കിലും എ അങ്ങോട്ട് നോക്കണ്ട. ബിയും ഫുള്ള് ഷെയ്ഡ് ചെയ്യുക, സിയും ഫുള്ള് ഷെയ്ഡ് ചെയ്യുക, ബി യൂണിയൻ സി ആയി. ഇനി നമുക്ക് അടുത്ത വെൻ ഡയഗ്രത്തിൽ ബി യൂണിയൻ സിയും എയും കൂടെയുള്ള ഇന്റർസെക്ഷനാണ്. അത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബി യൂണിയൻ സിക്കകത്ത് എയുടെ പോർഷൻ എവിടെയാന്ന് നോക്കാം. എയുടെ പോർഷൻ നോക്കാം, ഇത്രയും ഭാഗമല്ലേ എയ്ക്കകത്ത് വരുന്നത്. ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി നോക്കുമ്പോൾ എയ്ക്കകത്ത് ഇത്രയും പോർഷൻ ഉണ്ട്. അത് മാത്രം ഈ എയുടെയും ബി യൂണിയൻ സിയുടെയും കോമണാ. കോമൺ എന്ന് പറയുമ്പോൾ ഈ എയ്ക്കകത്തുള്ള ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ അല്ലേ. ബി യൂണിയൻ സിയുടെ എന്തുമാത്രം ഭാഗം എയ്ക്കകത്തുണ്ടെന്ന് നോക്കാം. അത്രയും ഭാഗം ഈ പോർഷൻ തന്നെ ഷെയ്ഡ് ചെയ്താൽ മതി. ഇത്രയും പോർഷൻ, ഇതാണ് ഇന്റർസെക്ഷൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എ ഒഴിവാക്കരുതെന്ന്. ഒഴിവാക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പം. അതായത് ബി യൂണിയൻ സിയും എയും കൂടെയുള്ള കോമണാണ്. ബി യൂണിയൻ സി നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, എ ഇവിടെയുണ്ട്. അതിന് കോമൺ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തതിൻ്റെ അകത്ത് എ പാർട്ട് മാത്രം എടുത്താൽ മതി. എയ്ക്കകത്തുള്ള ഭാഗം ഷെയ്ഡഡ് പോർഷൻ എടുത്താൽ മതി. അത് ഇത്രയും പോർഷൻ. ഇതാണ് ലെഫ്റ്റ് സൈഡിൻ്റെ ആൻസർ. ഇനി നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുമ്പോഴും ഈ ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി, ഇത് എ, ഇത് ബി. ഈ എയ്ക്കും ബിക്കും മാത്രം കോമൺ ആയിട്ടുള്ളത്. എയ്ക്കും ബിക്കും കോമൺ എന്ന് പറയുന്ന അടുക്കത്തെ പോർഷൻ, ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഈ പോർഷനാണ് എ ഇന്റർസെക്ഷൻ ബി. അത് കിട്ടി. ഇനി നമ്മളിവിടെ എ ഇന്റർസെക്ഷൻ സി ആണ്. എ ഇത് സി, ഇത് ബി. ബി നോക്കണ്ട, എയും സിയും നോക്കിയാൽ മതി. എയും സിയും കോമൺ ആയിട്ടുള്ളത്, എയ്ക്കും സിക്കും കോമൺ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ നടക്കത്തെ പോർഷൻ, ഈ പോർഷനാണ് എയ്ക്കും സിക്കും കോമൺ ആയിട്ടുള്ളത്. ഈ പോർഷനാണ് എയ്ക്കും സിക്കും കോമൺ ആയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് എ ഇന്റർസെക്ഷൻ ബിയുടെ എ ഇന്റർസെക്ഷൻ സിയുടെ യൂണിയനാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് വരും. എ ഇന്റർസെക്ഷൻ ബിയും ഫുള്ള് വരും, എ ഇന്റർസെക്ഷൻ സിയും ഫുള്ള് വരും. എ ഇന്റർസെക്ഷൻ ബി എന്ന് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് ഫുള്ള് വരയണം. അത് ഫുള്ള് വരച്ചു. യൂണിയനാണ്. ഇനി എ ഇന്റർസെക്ഷൻ സിയും കൂടെ വരയ്ക്കണം. എ ഇന്റർസെക്ഷൻ സി നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്, അതും കൂടെ കൂട്ടിച്ചേർത്താൽ മതി. അത് കൂട്ടിച്ചേർത്ത് എ ഇന്റർസെക്ഷൻ സി തന്നെ, അത് ഇത്രയും ഭാഗം കൂടെ കൂട്ടിച്ചേർത്താൽ മതി. കണ്ടോ, എ ഇന്റർസെക്ഷൻ ബിയും വരയ്ക്കുക. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഇത്രയും പോർഷൻ കൂടെ ഈ എ ഇന്റർസെക്ഷൻ സിയും കൂടെ കൂട്ടിച്ചേർക്കാം. അപ്പൊ നമുക്ക് ഇത്രയും പോർഷൻ കിട്ടും. ഇനി ഫിഗർ 2ഉം ഫിഗർ 5ഉം അതാ സെയിം ആണെന്ന് കിട്ടേണ്ടത്. ഓക്കെ, രണ്ടും ഒരേ ഫിഗർ അല്ലേ. എ ഇന്റർസെക്ഷൻ ബിയുടെ അതേ ഷെയ്ഡഡ് പോർഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, ഈ ഫിഗർ 2ലുള്ള അതേ പോർഷൻ തന്നെയാണ് ഫിഗർ 5ലും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഫ്രം ഫിഗേഴ്സ് 2 and 5 ഫിഗർ 2ഉം 5ഉം സെയിം ആണ്. അപ്പോൾ ഈ ഹെഡിങ്ങും ഈക്വൽ ആയിട്ട് വരും. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. മനസ്സിലായല്ലോ? അപ്പൊ അത് ശരിക്കും ഒന്ന് നോക്കുക. ഒരു തവണ കിട്ടിയില്ലെങ്കിൽ ആ പോർഷൻ ഒന്നുകൂടെ പുറകോട്ടാക്കി ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് പഠിച്ചോണം. ചോദിച്ചാൽ ഇതിനൊക്കെ കൂടുതൽ മാർക്ക് വരാവുന്ന. അപ്പൊ അത് ചോദിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചോദിക്കാം. എന്താണേലും പ്രോബ്ലം ആയിട്ട് ഞാൻ പ്രോബ്ലം ആയിട്ട് തന്നില്ലേ, ഒന്നെങ്കിൽ ആ രീതി ചോദിക്കാം, അല്ലെങ്കിൽ ഈ രീതി ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഇത് പഠിച്ചോണം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഡിമോർഗൻസ് ലോയും കൂടെ ഉണ്ട് വെൻ ഡയഗ്രം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനായിട്ട്. A union B whole dash. A dash intersection B dash. നമ്മളിപ്പോൾ ഡിമോർഗൻസ് ലോ പഠിച്ചില്ലേ, രണ്ട് ഡിമോർഗൻസ് ലോ ഉണ്ട്. അതിലൊന്ന് A union B whole dash equal to A dash intersection B dash. വെൻ ഡയഗ്രം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനാണ്. വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമോ നോക്കാവേ. ഇവിടെ ശ്രദ്ധിക്കാം. ഇപ്പോൾ A union B whole dash ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇപ്പം ചെയ്ത ലെഫ്റ്റ് സൈഡും കണ്ടുപിടിക്കുന്നു, റൈറ്റ് സൈഡും കണ്ടുപിടിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എയും ബിയും മാത്രമേ സെറ്റ് ഉള്ളൂ, സി ആവശ്യമില്ല ഇവിടെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സെറ്റ് മാത്രം ആൻസറിൽ വരച്ചാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എയും ബിയും ഉള്ളൂ. നമ്മൾ വെൻ ഡയഗ്രത്തിൽ എയും ബിയും വരച്ചാൽ മതി, സിയുടെ ആവശ്യം ഇവിടെ ഇല്ല. പക്ഷെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സിയും കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലായിടത്തും സിയും കൂടെ വരച്ചത്. ഇവിടെ എയും ബിയും ഉള്ളൂ. എയും ബിയും എല്ലാത്തിലും വരയ്ക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് ചെയ്താൽ അതേ നമ്മൾ പ്രോബ്ലം ചെയ്യാനെടുത്ത സ്റ്റെപ്പുകൾ തന്നെ വെൻ ഡയഗ്രത്തിന് വേണം. ഫിഗർ ഈ ലെഫ്റ്റ് സൈഡ് ആദ്യം കാണാൻ പോവുക. എ യൂണിയൻ ബി ഹോൾ ഡാഷ്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് കാണണമെങ്കിൽ ആദ്യം എ യൂണിയൻ ബി വേണം.
അപ്പോൾ ഫിഗർ 1 എ യൂണിയൻ ബി ആണ്. ഫിഗർ 1 എ യൂണിയൻ ബി അത് നമ്മൾ വരയ്ക്കുന്നു. യൂണിവേഴ്സൽ സെറ്റ് എ ബി ഫിഗർ 1. ഇനി ഫിഗർ 2. ഫിഗർ 2 എന്ന് പറയുന്നത് എ യൂണിയൻ ബി കിട്ടി. ഇനി അതിന്റെ കോംപ്ലിമെന്റ് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. അവിടെ ഇതുപോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്നു. എ ബി വരച്ചു. ഇനി ഫിഗർ 2 കൊണ്ട് ലെഫ്റ്റ് സൈഡ് തീർന്നു. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ലെഫ്റ്റ് സൈഡ് തീർന്നു. ഇനി റൈറ്റ് സൈഡിലേക്ക് പോവുക. റൈറ്റ് സൈഡിൽ പോകണേ എ ഡാഷും വേണം ബി ഡാഷും വേണം. ഫിഗർ 3 എ ഡാഷ് എന്ന് പറയുമ്പോൾ എ മാത്രം പോരാ ബിയും കൂടെ വരയ്ക്കണേ. എങ്കിലേ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എ ബി എല്ലായിടത്തും എയും ബിയും വരച്ചോളാം. എ ഡാഷ് കഴിഞ്ഞാൽ പിന്നെ ബി ഡാഷ്. അപ്പൊ ഫിഗർ 4 ബി ഡാഷ്. എയും വരയ്ക്കാം ബിയും വരയ്ക്കാം. ഇനി പിന്നെ എ ഡാഷും കിട്ടി ബി ഡാഷും കിട്ടി. ഇനി ഇന്റർസെക്ഷൻ അത് ഫിഗർ 5. ഫിഗർ 5 എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നമുക്ക് ഷെയ്ഡ് ചെയ്താൽ മതി. എല്ലാമായി ഷെയ്ഡ് ചെയ്യാം. അപ്പൊ ആദ്യം എ യൂണിയൻ ബി ആ ഷെയ്ഡ് ചെയ്യല്ലേ. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയും ഫുള്ള് വേണം ബിയും ഫുള്ള് വേണം. എ ഫുള്ള് ഷെയ്ഡ് ചെയ്യാം, കൂടാതെ ബിയും ഫുള്ള് ഷെയ്ഡ് ചെയ്യാം. എയും ബിയും ഫുള്ള് ഷെയ്ഡ് ചെയ്തു. അപ്പൊ എ യൂണിയൻ ബി ആയി. എ യൂണിയൻ ബി ആയി. ഇനി എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റാ. എ യൂണിയൻ ബി വേണ്ട ബാക്കിയല്ല. എ യൂണിയൻ ബി നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തു. എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എ യൂണിയൻ ബിയുടെ ഈ ഭാഗം ഒഴിവാക്കി ബാക്കി ഫുള്ള് എന്ന് വെച്ചാൽ ഇതിന് വെളിയിലുള്ള പോർഷൻ ഫുള്ള്. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ, ഷെയ്ഡ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മള് ഇത് ഫുള്ള് അങ്ങ് ഷെയ്ഡ് ചെയ്തു. എ യൂണിയൻ ബി മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം അങ്ങ് ഷെയ്ഡ് ചെയ്തു. മിച്ചം കിടക്കുന്ന പോർഷൻ ഫുള്ള് ഷെയ്ഡ് ചെയ്യുന്നു. ഇപ്പൊ എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആയി. ഇനി നമുക്ക് എ ഡാഷ്. ഫിഗർ 3 എന്ന് പറഞ്ഞാൽ എ ഡാഷ് ആണ്. എ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതാണ് എ. ഈ എ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഫുള്ള് എ മാത്രം ഷെയ്ഡ് ചെയ്ത് അവിടെ ഇട്ടാൽ മതി. ബാക്കി ഫുള്ള് ഷെയ്ഡ് ചെയ്യണം. എ മാത്രം വേണ്ട, ബാക്കി ഫുള്ള് എ ഫുള്ള് അവിടെ ഇട്ടേക്കുക, ഷെയ്ഡ് ചെയ്യാതെ ഇട്ടേക്കുക. എ ഒഴിച്ച് ബാക്കിയില്ല, എ മാത്രം ഷെയ്ഡ് ചെയ്യാതെ അവിടെ ഇട്ടേക്കുക. ബാക്കി ഫുൾ പോർഷൻ ഷെയ്ഡ് ചെയ്യാം. അതാണ് എ ഡാഷ്. എ മാത്രമില്ല, ബാക്കി മുഴുവനുണ്ട്. ഇനി അടുത്ത ബി ഡാഷാ. ബി ഡാഷിന് ബി മാത്രമില്ല, ബാക്കി മുഴുവൻ. ബി എന്ന് പറയുമ്പോൾ ഈ വട്ടമല്ലേ, ഇത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി മുഴുവൻ ഷെയ്ഡ് ചെയ്യുക. ബി അവിടെ ഇട്ടേക്കുക. ഈ ബി മാത്രം അവിടെ ഇട്ടുണ്ട്, ബാക്കി ഫുള്ള് ഷെയ്ഡ് ചെയ്യാം. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷാണ്. ഈ രണ്ട് ഭാഗത്തിലും കോമൺ ആയിട്ടുള്ള ഈ എ ഡാഷിന്റെ ഈ ഫിഗർ ഷെയ്ഡ് ചെയ്തേക്കുന്ന ആ ഫിഗറില്ലേ, അതും ബി ഡാഷ് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിന് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഷെയ്ഡഡ് പോർഷൻ. ഈ രണ്ട് ഫിഗറിലെ ഷെയ്ഡഡ് പോർഷന്റെ കോമൺ എന്ന് പറയുന്നത് ഈ വെളിയിലുള്ള ഭാഗമല്ലേ രണ്ടിടത്തും വരുന്നത്. ഈ വെളിയിൽ എ ബി ഒഴിവാക്കി ഈ വെളിയിൽ വരുന്ന ഭാഗമാണ് കോമൺ ആയിട്ടുള്ളത്. രണ്ട് ഗ്രാഫിൽ രണ്ട് വെണ്ണയിരിക്കും അത് കോമൺ ആണ്. അതായത് ഈ വെളിയിൽ വരുന്ന പോർഷൻ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ കോമൺ ആയിട്ട് ഏതാ നോക്കിയാൽ മതി. ഈ എയും ബിയും ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഫുള്ള് പോർഷൻ, ഈ പോർഷൻ ഇവിടെ കോമൺ ആണ്, ഇവിടെയും കോമൺ ആണ്. അത്രയും കോമൺ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഇനി നോക്കാം, ഫിഗർ 2ഉം ഫിഗർ 5ഉം സെയിം അല്ലേ? സെയിം ആയിരിക്കണം. ഫിഗർ 2ഉം ഫിഗർ 5ഉം സെയിം. അപ്പൊ നമുക്കറിയാം ഫ്രം ഫിഗേഴ്സ് 2 and 5 എ യൂണിയൻ ബി ഹോൾ ഡാഷ്. ഇത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അങ്ങനെ നമുക്ക് പറയാം. വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുന്ന അതേ സ്റ്റെപ്പുകൾ ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും ഇല്ലേ? അത് ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പൊ ഇത് വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും പഠിക്കുക, വളരെ നന്നായിട്ട് പഠിക്കണം. ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് തീർന്നു. ഓക്കെ, താങ്ക് യു.